സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഇത് 12ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. സൗദി സമയം നാളെ കാലത്ത് 10 മണിക്കാണ് റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ മുഖേന 1.5 കോടി റിയാൽ ദിയാധനം കൈമാറുകയും തുടർന്ന് കുടുംബം മാപ്പ് നൽകുകയും ചെയ്തതോടെ സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട സൗദി നിയമപ്രകാരമുള്ള കേസ് അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ വർഷം ജൂലൈ 2-ന് സൗദി സുപ്രീം കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത്. ഇതിനുശേഷം സമർപ്പിച്ച അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി വിവിധ കാരണങ്ങളാൽ 11 തവണയാണ് മാറ്റിവെച്ചത്. പൊതു അവകാശ നിയമപ്രകാരമുള്ള കേസാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേസിൻ്റെ ഒറിജിനൽ ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഒറിജിനൽ കേസ് ഡയറി ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ സിറ്റിംഗിൽ കേസ് വീണ്ടും മാറ്റിവെച്ചത് എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചത്. ഈ രേഖകൾ ഇപ്പോൾ കോടതിയിൽ എത്തിയതായി നിയമസഹായ സമിതി പിന്നീട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ നാളത്തെ സിറ്റിംഗ് ഏറെ നിർണായകമായിരിക്കുമെന്നാണ് സൂചന. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.